ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര അവിയലാണ്. ചീര അവിയൽ ഉണ്ടാക്കാനായിട്ട് സാധാരണ ഈ ചുമന്ന ചീരയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചീര ഒരു 2 കെട്ട് ചീര ഉണ്ട്. ഇത് ഞാൻ വൃത്തിയായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം പോയി കഴിഞ്ഞിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതുപോലെ അരിഞ്ഞിട്ട് ഒരു ഡബ്ബയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസം വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് സൗകര്യം പോലെ എടുത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ 2 കെട്ട് ചീര ഇതുപോലെ ചെറുതായിട്ട്, വളരെ പൊടിയായിട്ടല്ല അരിയുന്നത്. നമ്മൾ ചീര വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തോരൻ അരിയുന്ന പോലെ അത്ര പൊടിയായിട്ട് അരിയണ്ട, കുറച്ചുകൂടെ വലിയതായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പം 2 കെട്ട് ചീര ഇതുപോലെ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യം അരമുറി തേങ്ങയാണ്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മൂന്നുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാന്ന് വെച്ചാൽ ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കാനില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി വേണം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ സാധാരണ അവിയലിൻ്റെ പോലെ നമുക്ക് ഈ അവിയലും പുളി ചേർക്കണം. അപ്പോൾ പുളിക്കായിട്ട് ഞാൻ കുറച്ച് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം എടുത്തത്. പുളിക്കനുസരിച്ചിട്ട് മാങ്ങ ചേർക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ 2-3 കഷ്ണമൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ചീര അരിഞ്ഞു വെക്കുമ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നിയാൽ അത് വെന്ത് കഴിയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ ആ പുളിക്കനുസരിച്ചിട്ട് വേണം മാങ്ങ ചേർക്കാനായിട്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, സ്റ്റൗ ഓൺ ചെയ്തു. അതിലോട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, കുറച്ച് ഉപ്പിടാം, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാം. കുറച്ച് വെള്ളം മതി. ഇതൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കാം. അത് വേവുന്ന സമയത്തേക്ക് നമുക്ക് ഇത് മൂന്നും ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത്, ഫൈനായിട്ടൊന്നും അരച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചീരയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. മാങ്ങ ഞാൻ ആദ്യമേ ചേർക്കാഞ്ഞത്, മാങ്ങ അങ്ങ് വെന്തുടഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ അത് കാരണമാണ് മാങ്ങ ചേർക്കാഞ്ഞ്. സമയം നമുക്ക് ഈ മാങ്ങ ചേർക്കാം. കൂടെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇത് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇതുപോലെ 1-2 കഷ്ണം ഇടേണ്ട കാര്യമുള്ളൂ. പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ, പുളി ഒട്ടും ഇല്ലാത്ത മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങയൊക്കെ തന്നെ അരിഞ്ഞിടാം. നന്നായിട്ട് തീ കുറച്ച് വെക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ വേവിക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കണം, ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം. ഞാൻ ആദ്യം ചീര വേവിക്കാൻ തന്നെ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ഇനി കുറച്ചുകൂടി ഉപ്പ് വേണം, കുറച്ചുകൂടി ഉപ്പിടാം. നമ്മുടെ ചീരവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് അരിഞ്ഞെടുക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ചീര ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അരിഞ്ഞിട്ട് ഡബ്ബയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ 2 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ചാൽ മതി. നമുക്കിനി ഓഫ് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.